ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രില്ലിൻ സീരിയൽ. ഞാനിന്നിവിടെ പാടാത്ത പൈങ്കിളി സീരിയലിലെ 4 ഡിസംബർ 2020 എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഏഷ്യാനെറ്റ് സീരിയലിലെ റിവ്യൂ പതിവായി ലഭിക്കുന്നതിന് വേണ്ടി ത്രില്ലിൻ സീരിയൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദേവയും കൺമണിയും പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ദേവ കൺമണിയോട് തൻ്റെ ഭാര്യയാണ് കൺമണി എന്ന് പോലീസുകാരോട് പറയാത്തതിനെ പറ്റി ചോദിക്കുന്നു. എന്നാൽ ദേവയുടെ അനുവാദമില്ലാത്തതിനാലാണ് താൻ അങ്ങനെ ചെയ്യാത്തതെന്നും ഓഫീസിൽ വെച്ച് ജീവനക്കാരൻ തന്നെ വേലക്കാരി എന്ന് സംബോധന ചെയ്തപ്പോൾ ദേവ എതിർക്കാതിരുന്നതിനാലാണ് താൻ അങ്ങനെ പറയാത്തതെന്നും കൺമണി പറഞ്ഞപ്പോൾ ഇനി ഒരിക്കലും തൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു വീഴ്ച ഉണ്ടാകില്ലെന്നും ഉണ്ടായ വീഴ്ച മാറ്റാൻ താൻ തയ്യാറാണെന്നും ആദ്യം കൺമണിക്ക് അപമാനം ഉണ്ടായ ഷോപ്പിൽ നിന്ന് തന്നെ തെറ്റിദ്ധാരണ തിരുത്താമെന്നും പറഞ്ഞ് കൺമണിയുടെ കൈകളിൽ പിടിച്ച് ദേവ കാറിൽ കയറ്റുന്നു. കൺമണിക്ക് ദേവയുടെ പ്രതികരണത്തിൽ അമ്പരപ്പുണ്ടാവുന്നു. ഇതൊക്കെ തനിക്ക് വിശ്വസിക്കാമോ എന്നുള്ള കൺമണിയുടെ ചോദ്യത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് നുള്ളു നോക്കിക്കൊള്ളൂ എന്നും തമാശ രീതിയിൽ മറുപടി പറഞ്ഞ് രണ്ടുപേരും കാറിൽ കയറി പോകുന്നു. അടുത്ത ഭാഗം അവന്തികയും കൺമണിയും ദേവ വാങ്ങിക്കൊടുത്ത വസ്ത്രങ്ങൾ നോക്കുന്നു. അവന്തികയ്ക്ക് ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നു. രണ്ടുപേരും നടന്ന സംഭവങ്ങളെപ്പറ്റിയും ദേവയുടെ മാറ്റത്തെക്കുറിച്ചും സംസാരിക്കുന്നു. അവന്തിക അവിടുന്ന് മാറിയ തക്കം നോക്കി കൺമണിയുടെ അടുത്തെത്തിയ സ്വപ്നയും അനന്യയും കൺമണിയുടെ ഡ്രസ്സുകൾ കണ്ട് അന്താളിക്കുന്നു. കൺമണി ഒറ്റയ്ക്കാണ് ഡ്രസ്സുകൾ എടുക്കാൻ പോയതെന്ന് തെറ്റിദ്ധരിച്ച് രണ്ടാളും കൺമണിയുടെ ആർത്തി മൂലമാണ് ഇത്രയും ഡ്രസ്സുകൾ എടുത്തതെന്നും ദേവയ്ക്ക് ബില്ല് മെസ്സേജ് കിട്ടുമ്പോൾ ബോധം പോകുമെന്നും പറഞ്ഞ് കളിയാക്കുന്നു. എന്നാൽ കൺമണി ചെറുപുഞ്ചിരിയോടെ എല്ലാം കേൾക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. ഇതേസമയം അവന്തിക അങ്ങോട്ട് വരുന്നു. അനന്യയുടെയും സ്വപ്നയുടെയും കുത്തുവാക്കുകളിൽ നിന്നും അവന്തിക കൺമണിയെ രക്ഷിക്കുന്നു. അടുത്ത ഭാഗത്തിൽ അടുക്കളയിൽ കൺമണിയും കനകയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ നടന്നതും ഷോപ്പിൽ പോയതും എല്ലാം കനക ഓരോ കാര്യങ്ങൾ ആഴത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കനകയുടെയും കൺമണിയുടെയും രസകരമായ സംഭാഷണത്തിൽ നിന്നും അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത വ്യക്തമായിരുന്നു. അടുത്ത ഭാഗത്തിൽ തീൻമേശയിൽ ആഹാരം കഴിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അവന്തികയും കൺമണിയും സെർവ് ചെയ്യുന്നു. ദേവയുടെ അമ്മ വരാത്തതിന്റെ കാരണം ചോദിക്കുന്ന ആനന്ദവർമ്മയോട് കൺമണി വെച്ചുണ്ടാക്കുന്ന ആഹാരമായതിനാലാണ് അമ്മ കഴിക്കാത്തതെന്നും കൺമണിയുടെ ആഗ്രഹവും അതായതുകൊണ്ടാണ് വീണ്ടും അടുക്കളയിൽ കയറുന്നതെന്നും അനന്യ പറയുന്നു. എന്നാൽ കൺമണി ആഹാരം പാകം ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയില്ലെന്നും കനക ഉണ്ടാക്കുന്ന ആഹാരം ആർക്കും ഇഷ്ടമല്ല എന്നും ആനന്ദവർമ്മ പറയുന്നു. എന്നാൽ ആഹാരം താനല്ല സ്വപ്നേച്ചി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് സ്വപ്ന തന്നെ അമ്മയുടെ മുറിയിൽ കൊണ്ടെത്തിക്കാൻ പറയുന്ന കൺമണിയുടെ വാക്കുകളിൽ ആദ്യം വിസമ്മതിച്ച ദേവനും വർമ്മയും പിന്നീട് സമ്മതിക്കുന്നു. ആനന്ദവർമ്മ കൺമണിയോട് തങ്ങൾക്കൊപ്പം ആഹാരം കഴിക്കാനിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യം വിസമ്മതിച്ച കൺമണി ദേവന്റെയും അവന്തികയുടെയും ആനന്ദവർമ്മയുടെയും നിർബന്ധം കൂടിയപ്പോൾ സമ്മതിക്കുന്നു. കൺമണി ആഹാരം കഴിക്കാനായിരുന്നപ്പോൾ അവന്തിക അവൾക്കുള്ള ആഹാരം സെർവ് ചെയ്തു നൽകി. ഇതിഷ്ടപ്പെടാത്ത സ്വപ്നയും അനന്യയും ആഹാരത്തിന് മുന്നിൽ നിന്നും എണീറ്റ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. കൺമണിയുടെ സ്ഥാനം തങ്ങൾക്കൊപ്പം ഉയർത്താനുള്ള വർമ്മയുടെ ഈ പ്രവർത്തികൾ ശരിയല്ലെന്നും അങ്ങനെ ചെയ്താൽ തങ്ങൾ ആഹാരം കഴിക്കില്ലെന്നും സ്വപ്നയും അനന്യയും പറയുന്നു. അരവിന്ദും അവരെ അനുകൂലിച്ച് സംസാരിക്കുന്നു. വർമ്മയുടെ ഇങ്ങനെയുള്ള പ്രവൃത്തി കാരണം ഒരാൾക്ക് മാത്രം നേട്ടവും മറ്റുള്ളവർക്കെല്ലാം ദോഷവുമാണെന്നും ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ തങ്ങൾ പ്രതികരിക്കുമെന്നും പറയുന്ന അരവിന്ദിനോട് ചേട്ടന്മാർ സ്വന്തം ഭാര്യമാർക്കൊപ്പം ആഹാരം കഴിക്കാമെങ്കിൽ തനിക്കും അങ്ങനെ ആകാമെന്നും പറയുന്നു. എന്നാൽ സ്വപ്നയും അനന്യയും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതോടെ കൺമണി തൻ്റെ ആഹാരവും എടുത്ത് അവിടെ നിന്നും എണീറ്റ് മറ്റുള്ളവരോടായി അച്ഛൻ നിർബന്ധിച്ചാലും താൻ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കില്ല എന്നും തനിക്ക് കഴിക്കാനുള്ള സ്ഥലം വേറെയാണെന്നും അവിടെ ഇരിക്കാൻ ഇതിനേക്കാൾ സന്തോഷത്തോടെ താൻ ആഹാരം കഴിക്കുമെന്നും പറഞ്ഞ് കൺമണി അടുക്കളയിലേക്ക് പോകുന്നു. ദേവയും വർമ്മയും കൺമണിയെ തടയുന്നെങ്കിലും കൺമണി ചെവിക്കൊള്ളുന്നില്ല. അടുക്കളയിൽ ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കുന്ന കൺമണിക്കൊപ്പം ദേവയും വർമ്മയും അവന്തികയും ആഹാരം കഴിക്കാനിരിക്കുന്നു. കൺമണി മൂവരെയും തടയുന്നെങ്കിലും ഇനി കൺമണിയുടെ മനസ്സ് മാറാതെ തങ്ങളും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കില്ല എന്നും വീട് വയ്ക്കാൻ വാസ്തു നോക്കുമ്പോൾ പലതും നോക്കുമെന്നും അതിൽ മഹാലക്ഷ്മിയുടെ സ്ഥാനമാണ് ആദ്യം നോക്കിയെന്നും ഇവിടുത്തെ മഹാലക്ഷ്മിയുടെ സ്ഥാനം അടുക്കളയാണെന്നും മഹാലക്ഷ്മിക്കൊപ്പം ഇരിക്കുന്നത് കുറവല്ല കൂടുതലാണെന്നും പറയുന്നതിനോട് അവന്തികയും ദേവനും അനുകൂലിക്കുന്നു. മൂവരും കുശലം പറഞ്ഞ് ആഹാരം കഴിക്കുന്നത് ദേവയുടെ അമ്മ കാണുന്ന സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നന്ദി.